പരിവശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമൊക്കെ വരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള പിതാവിന് വിളങ്ങേണ്ടതിന് നിന്റെ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ ഉപവാസത്തെ കുറിച്ച് നമ്മളെ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ, ആദിമസഭയുടെ ഉപവാസത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്ന, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് അറിയിക്കുന്ന സത്യവചനത്തിന്റെ യഥാർത്ഥ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉപവാസത്തിന്റെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ അമലി വാടിയ മുഖം കാണിക്കരുത്. ചിലൊക്കെ ഉപവസിക്കുമ്പോൾ പരീശന്മാരെ പോലെ എന്ത് ചെയ്യും? വാടിയ മുഖം കാണിക്കും. അവർ ഉപവസിക്കുന്നു മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം പരീശന്മാര് എപ്പോഴും മൃഗം അല്ലെങ്കിൽ അവരുടെ ഒരു മൃഗ സ്വഭാവം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമുക്കറിയാം, അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഉപവസിച്ചാലും മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു മൃഗശക്തി, അത് സാത്താന്യമാണ്. ഹല്ലേലൂയ. മൃഗത്തെക്കുറിച്ച് പറയുന്നത് തന്നെ സാത്താന്റെ ഒരു രൂപത്തെക്കുറിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള മുഖം വികൃതമാക്കി മൃഗ സമാനമാക്കി മാറ്റി നമ്മൾ മറ്റു മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഉപവസിക്കാതെ നമ്മുടെ പിതാവിന്റെ സന്നിധി നമ്മുടെ മുഖം വിളങ്ങുവാൻ വേണ്ടി എണ്ണ തേച്ച് മുഖം കഴുകുക എന്നാണ് ഈ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഹല്ലേലൂയ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ചരിത്രഭാഗം കൂടെ നമുക്ക് വായിച്ചു പോകുമ്പോൾ, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലും 23-27 തൊട്ട് 29 വാക്യങ്ങളും ഉപവാസത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും വായിക്കാറില്ല എന്നുള്ളതാണ്. ലേവ്യ പുസ്തകം വായിച്ചാൽ ജീവിത വിശുദ്ധി എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് പലരും അത് മടക്കി വെക്കും. എന്നാൽ ലേവ്യ പുസ്തകം വായിച്ച് ജീവിത വിശുദ്ധിയെക്കുറിച്ച് നാമും ദൈവമായുള്ള കടപ്പാട്, ബന്ധം, നമ്മളും ദൈവമുള്ള സൗഹൃദം അല്ലെങ്കിൽ നമ്മൾ ദൈവമുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ലേവ്യ പുസ്തകം വായിക്കണം. എങ്കിലേ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നൊരു വാക്യം കണ്ട് വായിച്ച് അതാണ് സന്തോഷിക്കുന്ന പല ആളുകൾ. അതൊക്കെ എവിടുന്ന് പഠിച്ച നിയമങ്ങളാണ് എന്നും എനിക്കറിയത്തില്ല. എല്ലാവരും പറയുന്നു 100-99% ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്ന് അപ്പോൾ കിട്ടിയ വാക്യം. അങ്ങനെ വായിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വേദപുസ്തകം ആദ്യോടൊന്നും വായിച്ച് അതിനകത്തെ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതിലേറ്റവും പ്രധാനമായിട്ട് ലേവ്യ പുസ്തകം തുടർമാനമായിട്ട് വായിക്കണം. അപ്പോൾ തന്നെ സദൃശവാക്യം തുടർമാനമായിട്ട് വായിക്കണം. ജീവിത വിശുദ്ധി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഉപവാസത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ലൂക്കോസ് സുവിശേഷം 18-12 പറയും പോലെ പരീശന്മാർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചിരുന്നു. പരീശന്മാർ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചിരുന്നു. അല്ലെങ്കിൽ ഭക്തരം നടിച്ചിരുന്ന പരീശന്മാർ മുടി ചീകാതെയും കുളിക്കാതെയും അല്ലെങ്കിൽ ദേഹത്ത് ചാരം പൂശി മുഖത്ത് ചാരം വെള്ളത്തിൽ കലക്കി തേച്ചു വികൃതമായി അല്ലെങ്കിൽ ഭക്തി നടിച്ച് നടക്കാറുണ്ടായിരുന്നു. എന്തെല്ലാം വികൃതം അന്നത്തെ പരീശന്മാർ ഉപവാസത്തിൽ കാണിച്ചുകൊണ്ടിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഇവരുടെ മുഖം മൃഗസമാനമാണെന്ന് പറഞ്ഞു. കാരണം വേദപുസ്തകം പറയുന്ന നിലയിലുള്ള ഉപവാസമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപവസിക്കുക. ഹല്ലേലൂയ. എന്നിട്ടും മറ്റു മനുഷ്യർ മുമ്പിൽ ഞങ്ങൾ ഭയങ്കര ഭക്തിയുള്ള മനുഷ്യരാണെന്ന് അവതരിപ്പിക്കാൻ വേണ്ടി, പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്
അന്നും ഇന്നും ചില പരീക്ഷന്മാർ ഉപവസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപവാസം എന്ന് പറഞ്ഞാൽ ആചാരപരമായ ഉപവാസങ്ങളായിരുന്നു. ആചാരപരമായ ഉപവാസങ്ങളിൽ 4 വിധത്തിൽ അവർ ഉപവസിക്കുക. അവർക്ക് 4 വിധ ഉപവാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്തോത്രം. സക്രിയ പ്രവാചന പുസ്തകം 8:9 ഇരമ്യാ പ്രവാചന പുസ്തകം 52:7 തൊട്ട് 13 വാക്യങ്ങളും. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും സക്രിയാവിന്റെ പുസ്തകം 7:3 ഇരമ്യാവിന്റെ 41:1-2 വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് ഉപവാസത്തെ കുറിച്ച് പറയും. എന്നാൽ യഥാർത്ഥമായ ഒരു ഉപവാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപവാസത്തിന്റെ നിബന്ധനകൾ അവിടെയും കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ നമുക്ക് ഒരുപാട് ഉപവാസത്തെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമത്തിലും അത് തുറമാനമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നോമ്പെടുക്കുന്നുണ്ട്, വ്രതമെടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ചില ആളുകൾ എങ്ങനെയാണ്, മുട്ട വേണ്ട, പാല് വേണ്ട, മുട്ട ഉപേക്ഷിച്ച് ഉപവാസം, പാല് ഉപേക്ഷിച്ച് ഉപവാസം, ഇറച്ചി മീനും കൂട്ടാതെ ഉള്ള ഉപവാസം, ബാക്കി എല്ലാ കാര്യങ്ങളും തിന്ന് ശരീരത്തിനെ തൃപ്തിപ്പെടുത്തി അവർ സന്തോഷത്തോടെ പുളച്ചു മതിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉപവാസ വ്രതം അന്നോപ്പാന്നാ പറഞ്ഞത്. ഇറച്ചി മീനും കൂട്ടിയില്ല, അത്ര തന്നെ. ചില മുട്ട ഉപയോഗിച്ചില്ല, പാല് ഉപയോഗിച്ചില്ല. ബാക്കി ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലൗകിക ഭൗതിക കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഉപവാസമല്ല. നിങ്ങൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നോമ്പാണ്, ഉപവാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഭക്തിയുടെ വേഷം കെട്ടുന്ന വേഷഭൂഷാദികൾ അണിഞ്ഞ പരീശന്മാരെ പോലെ മൃഗസ്വഭാവമുള്ള മൃഗത്തിന്റെ മുഖസ്വഭാവമുള്ള മറ്റുള്ള ഭക്തി നടിച്ചു ഉപവസിക്കുന്ന ഉപവാസമാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ വ്രതം. പ്രൈസ്. ഉപവാസം എന്ന് പറയുമ്പോൾ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്, പറ്റിയിരിക്കുന്നതാണ്. ഭക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് വെടിയണം. ഭക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് വെടിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്ഥിതിഗതികൾ അനുസരിച്ച് നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണം നിങ്ങൾ തീരുമാനിക്കണം. പ്രൈസ്. മരുന്ന് കഴിക്കുന്നവരൊക്കെയുള്ള ഞാൻ അങ്ങനെ പറഞ്ഞത് രക്തജയം. നമ്മുടെ ഉപവാസത്തിനകത്ത് ദൈവ സാന്നിധ്യം. ഇന്നത്തെ കാലഘട്ടം പലരും ഉപവസിക്കും. ഞാൻ ഇന്നൊരു ദിവസം ഉപവാസമായിരുന്നു പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നൊരു ദിവസം ഉപവാസമായിരുന്നു എന്ന് പറയുമ്പോൾ പലരും രാവിലെ തൊട്ട് ഉച്ചവരെ ഉപവസിച്ചിട്ട് പറയും ഞാനൊരു ഹാഫ് ഡേ ഉപവാസമായിരുന്നു പറയും. ഒരു ഹാഫ് ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ അതിൽ പകൽ 12 മണിക്കൂറാണ് ഒരു ദിവസത്തിന്റെ ഹാഫ് ഡേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ഒരു ദിവസം രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ഉപവസിക്കുമ്പോഴാണ് ഒരു ദിവസത്തിന്റെ പകുതി 12 മണിക്കൂർ ഉപവാസം. അത് ഉച്ചകൊണ്ട് നിർത്തുമ്പോൾ അത് ഒരു ദിവസത്തെ 24 മണിക്കൂർ 4ആയിട്ട് ഭാഗിച്ച് അതിൽ 6 മണിക്കൂർ അല്ലടി എന്നൊരു ഉപവാസം. അപ്പൊ അതിനൊക്കെ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഉപവാസമായിരുന്നു അവിടെ. ചിലർ പറയും ഞങ്ങൾ പകൽ മാത്രം ഭക്ഷണം, രാത്രി ഭക്ഷണം കഴിക്കത്തില്ല. വൈകിട്ട് 6 മണിക്കോ 6:30ക്കോ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് പിന്നെ എന്തിനാ ഭക്ഷണം? രാത്രിയിൽ ഉറങ്ങുക, നേരം വെളുക്കുമ്പോൾ പറയും ഞങ്ങൾ ഉപവാസമായിരുന്നു. എന്നിട്ട് മറ്റു വിഷയങ്ങൾ പറയും ഞാൻ കഴിഞ്ഞ 40 ദിവസം അല്ലെങ്കിൽ രാത്രി നേരം കഴിക്കാതാണ് ഉപവസിച്ചത്. നീ രാത്രി കിടന്ന് ഉറങ്ങുമില്ലായിരുന്നു ലേരിയ, എന്നിട്ട് നീ ഉപവാസമെന്ന് പറയും. ഇത്ര നീചവും നികൃഷ്ടവും ദിവ്യമായ വാക്കുകൾ കൊണ്ട് ഉപവാസത്തെ ആമി തകർത്ത് കളയുന്ന ഒരു കൂട്ടം ജനം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ദൈവസഭയ്ക്കകത്തുണ്ട്. പലരോടും ഞാൻ ഉപവാസത്തെ കുറിച്ച് സംസാരിച്ചപ്പം പലരും എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ ജ്യൂസ് കുടിക്കുമെന്ന് പറഞ്ഞു. മുന്തിരി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അല്ലേ ഫ്രൂട്ട്സുകളൊക്കെ കുടിച്ച് ഉപവസിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമൊന്നും വരത്തില്ല, അല്ലേ? അങ്ങനെയൊക്കെ ഉപവസിക്കുക. പക്ഷെ ദൈവത്തോട് നമ്മൾ ഉപവസിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരുന്ന അതാണ്. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള പിതാവിന് വിളങ്ങേണ്ടത് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു ദിവസവും 3 ദിവസവും 7 ദിവസവും 21 ദിവസവും 40 ദിവസവും ഉപവസിച്ചാൽ അതിരാവിലെ എഴുന്നേറ്റ് തലയിൽ അല്ലെങ്കിൽ എണ്ണ തേച്ച് മുഖം കഴുകണം. അപ്പൊ മുഖത്ത് നല്ല ക്ലേശം, നല്ല മിനുക്കം. നമ്മൾ ഉപവസിക്കുന്നത് പോലും ജനത്തിനറിയില്ല. പക്ഷെ നമ്മൾ ദൈവമായിട്ടാണ് ബന്ധം. അല്ലേ? ഉപവാസം എന്ന് പറയുന്നത് മനുഷ്യനെ കാണിക്കാനല്ല, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ശുദ്ധീകരണം വരുത്താൻ വേണ്ടിയിട്ടാണ്, ക്രമീകരണം വരുത്താൻ വേണ്ടിയിട്ടാണ്. ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപവസിക്കുമ്പോൾ അതിന്റെ മറുപടി കാണുവാൻ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇതൊരു ആചാരപരമായ ഉപവാസമായിട്ട്, വ്രതമായിട്ട്, നോപ്പായിട്ട് പലരും കൊണ്ട് ആഘോഷിക്കുമ്പോൾ അതിന്റെ തിക്താനുഭവം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാം ദൈവത്തോട് കാപട്യം കാണിക്കാതെ
ദൈവസനെ ചേർന്ന് സത്യസന്ധമായ രീതിയിൽ ഉപവസിക്കണം. ഹല്ലേലൂയ. അതിന് നിങ്ങൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58 വായിക്കണം. നിങ്ങൾ ഹല്ലേലൂയ, സ്തോത്രം. വായിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് അവൻ പകൽ പണിയെടുക്കാൻ പോകരുത്, പകൽ ബിസിനസ് ചെയ്യാൻ പോകരുത്, കൂലിക്കാരനെ കൊണ്ട് പണിയിപ്പിക്കരുത്, കൂലിക്കാരന്റെ കൂലി പിടിച്ചു വെക്കരുത്, മറ്റുള്ള അടിമനുഖം ഏൽപ്പിക്കരുത്, മറ്റുള്ള മുഖം വെച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ആരുടെങ്കിലും ഇടപാടുകളിൽ കൊടുത്ത് തീർത്തിട്ട് വേണം. ആരുടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എതിർപ്പുകൊണ്ട് പറഞ്ഞ് തീർത്ത് രമ്യതയായിട്ട് വന്ന് ദൈവസനോട് ചേർന്ന് ഉപവസിക്കണം. നിന്റെ ശത്രു തകരുന്നത് കാണാൻ വേണ്ടി നീ ഉപവസിക്കരുത്. നിന്റെ പ്രതിയോഗിയുടെ നാശത്തിന് വേണ്ടി നീ ഉപവസിക്കരുത്. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, ദേശത്തിന്റെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ, സഭയുടെ അനുഗ്രഹത്തിന് വിടുതലിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഉപവാസം മുഴുവൻ. നിന്റെ രോഗം മാറാൻ കുഴപ്പമില്ല. നിന്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ ജോലിക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് സമർത്ഥിക്കും വേണ്ടി നീ ഉപവസിക്കുന്നത് തെറ്റൊന്നും അല്ലതൊക്കെ ചെയ്യണം. പക്ഷേ ആത്മഭാരത്തോടെ നമ്മുടെ ദേശത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ ദൈവവുമായി ബന്ധമില്ലാതെ ഹല്ലേലൂയ നിത്യമായ നരകത്തിലേക്ക് പോകുമ്പോൾ അവരെ ഓർത്ത് ആത്മഭാരത്തോടെ നാം ദൈവത്തിൽ ഉപവസിക്കുന്നതായിരിക്കണം നമ്മുടെ ഉപവാസത്തിന്റെ യഥാർത്ഥ കാരണം എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ഉപവാസ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത പറയാം. ഹല്ലേലൂയ. പക്ഷെ നിന്ന് ആത്മഭാരമായിരിക്കണം. ഹല്ലേലൂയ. ആത്മഭാരമില്ലാത്ത അനവധി ഉപവാസങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മഭാരമില്ലാത്ത ഉപവാസം. ഇന്നത്തെ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ പരീശന്മാരെ പോലെ കപട ഉപവാസമാണ്. കപട ഉപവാസം. ഒരാഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുകയും കിട്ടുന്നതിലൊക്കെ ആധാരം കൊടുക്കുകയും മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഉപവാസമെന്ന് പറയാൻ വേണ്ടി വാട്ടിയ മുഖമൊക്കെ കാണിച്ച് ഭക്തിയുടെ വേഷഭൂഷാദികൾ കോലം കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ദൈവം അറിയുന്ന പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ടുള്ളതായിരിക്കണം ബന്ധം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞു, ഉപവാസങ്ങൾ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള അവസരങ്ങളാകണം. ഉപവാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കും സന്തോഷത്തിനും സമാധാനത്തിനും ആശ്വാസത്തിനുമുള്ള അവസരമായിരിക്കണം. നീ ഉപവസിക്കുമ്പോൾ അതുകൊണ്ട് നിനക്ക് സന്തോഷം വരണം. നീ ഉപവസിക്കുമ്പോൾ നിനക്ക് അതുകൊണ്ട് ആശ്വാസം വരണം. നീ ഉപവസിക്കുമ്പോൾ നിനക്ക് സമാധാനം ഉണ്ടാകണം. നീ ഉപവസിക്കുമ്പോൾ നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. നീ ഉപവസിക്കുമ്പോൾ നിന്റെ വിശുദ്ധിയെ നീ പൂർത്തിയാമി തികച്ചുകൊണ്ട് നീ ഉപവസിക്കണം. അപ്പോൾ നിന്റെ ഉപവാസം നിനക്ക് തന്നെ സന്തോഷമാകണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ഉപവാസത്തിന്റെ പ്രത്യേകതകളെ, നിന്റെ ഉപവാസത്തിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ട് നിന്റെ ഉപവാസത്തിനകത്ത് നിനക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? പ്രത്യാശയും സമാധാനവും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഉറവിടം തുറക്കുന്നുണ്ടോ നിന്റെ ഉപവാസത്തിൽ? അതോ മറ്റുള്ളവരുടെ പ്രതികാരം തീർക്കുന്നതാണോ നിന്റെ ഉപവാസം? വ്യക്തം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി നമ്മൾ പഠിച്ചാൽ ഹല്ലേലൂയ, നമുക്കറിയാം യേശു യോർദാനിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു ശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ വന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗീയ ശബ്ദമൊക്കെ കേട്ട് യേശുവിനെ പരിശുദ്ധാത്മാവ് 40 ദിവസം മരുഭൂമിയിലേക്ക് നടത്തി. ഹല്ലേലൂയ. 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവ കൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ അല്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായു എന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അങ്ങനെ സാത്താൻ 1, 2, 3 പരീക്ഷകൾ യേശുവിനെ കൊണ്ടുവന്നപ്പോൾ 3 പരീക്ഷകളെ ജയിച്ചതിന്റെ കാരണം എന്ന് പറയുമോ, യേശു ക്രിസ്തുവിന്റെ ഉപവാസം ആചാരപരമായിരുന്നില്ല. ആമീൻ. മറ്റുള്ള മുമ്പിൽ ഭക്തിയുടെ വേഷം ധരിക്കുന്നതായിരുന്നില്ല, കപട ഉപവാസമായിരുന്നില്ല. ആമീൻ. തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി തനിക്ക് മുമ്പിൽ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ നിത്യജീവന് വേണ്ടി, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ലോകത്തെ, പാപത്തെ, ജഡത്തെ, സാത്താനെ ജയിക്കുവാൻ വേണ്ടിയുള്ള ഉപവാസമായിരുന്നു യേശുവിന്റെ ഉപവാസം. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസം ഏത് വിധത്തിലാണ്? അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉപവാസങ്ങൾ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ളതായിരിക്കണം. പലരും ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമില്ല. പലരും ഉപവസിക്കുന്നുണ്ട്, യോഗത്തിന് സമയമില്ല. പലരും ഉപവസിക്കും, വചനം ധ്യാനിക്കാൻ സമയമില്ല. നീ ഉപവസിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. നീ ഉപവസിക്കുമ്പോൾ വചനം ധ്യാനിക്കുന്നവനായിരിക്കണം. നീ ഉപവസിക്കുമ്പോൾ കൂട്ടായ്മയോട് ചേർന്ന് ബന്ധപ്പെട്ട് നിനക്ക് ഉപവസിപ്പാൻ കഴിയണം.
അപ്പം വ്യക്തിപരമായിട്ട് നിങ്ങൾ ഉപവസിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയുള്ളവനായിരിക്കണം, വചന ധ്യാനമുള്ളവനായിരിക്കണം, വചനം നിന്റെ ഭക്ഷണമാക്കി മാറ്റണം. ഹല്ലേലൂയ. അതാണ് ദൈവം. അപ്പം ഉപവസിക്കുമ്പോൾ കാലത്തും വൈകുന്നേരത്തും തലയിലും മുഖത്തും എണ്ണ തേച്ച് കുളിക്കുന്ന സമ്പ്രദായം ഉപവാസത്തിൽ തുടരാമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ ഉപവസിക്കുമ്പോൾ കാലത്തും വൈകിട്ടും നിങ്ങൾ തലയിൽ എണ്ണ തേച്ച് നിങ്ങൾക്ക് മുഖം നന്നായിട്ട് കഴുകി നിങ്ങളുടെ ശരീരത്തെ വെടിപ്പാക്കി എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് എണ്ണ തേക്കാതെ, ഹല്ലേലൂയ സ്തോത്രം, തല ചീകാതെ, ചാരം ദേഹത്ത് വാരിയിടാതെ, ചാരവെള്ളം കലക്കി മുഖത്ത് തേക്കാതെ, മറ്റു മനുഷ്യർ ഉപവാസമാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി ഒരുവിധം പ്രാകൃത വേഷം കെട്ടുന്ന പരീശന്മാരുടെ ഉപവാസമാകരുത്, കപട ഉപവാസമാകരുത്. പിതാവിന് വിളങ്ങേണ്ടതായിരിക്കണം ഇതിന്റെ ഉപവാസം. അപ്പൊ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പലതും പഠിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ തിരുത്തിയെടുക്കുവാനുണ്ട്. പക്ഷെ നീ ഉപവസിച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ഒരു സാധുവായ മനുഷ്യനായി മാറണം, ശാന്തനായ മനുഷ്യനായി മാറണം, സൗമ്യനായ മനുഷ്യനായി മാറണം. നിന്റെ ഉള്ളിൽ സമാധാനം നിറയണം. ആ സമാധാനം നീ മറ്റുള്ളവർക്ക് നൽകണം. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഉപവാസം കഴിയുമ്പോൾ മനുഷ്യൻ ശാന്തനായോ സൗമ്യനായോ സമാധാനമുള്ളവനായി മാറാതെ, സ്നേഹം പ്രകടമാക്കാതെ ഉപവസിച്ച് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്തോത്രം വെട്ടരിവാൾ എടുക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. വെട്ടരിവാൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരന്മാരായവർ പെട്ടെന്ന് തന്നെ രംഗത്ത് വരും. നമ്മൾ കണ്ടിട്ടില്ലേ? സഭയ്ക്കകത്തിന് ഉപവാസം കഴിഞ്ഞ ശേഷം അടിയുണ്ടായ സഭകളുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസം ദൈവത്തിനായിരിക്കണം. കാലം ഇനി അധികമില്ല. പ്രിയ ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, കാലം ഇനി അധികമില്ല. താങ്കൾക്ക് അധികകാലം ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല. 2026 എത്തി. ഹല്ലേലൂയ. ഈ 26 നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രായം കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ചുളുക്കം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ അവസരങ്ങളാണ് ഇനിയും. അതുകൊണ്ട് നീ ദൈവത്തോട് ചേർന്ന പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ മരണമാണ് സംഭവിക്കുന്നെങ്കിൽ രണ്ടിലേതെങ്കിലും സംഭവിച്ചാൽ നിത്യമായ ദൈവരാജ്യത്തിലെത്തുവാൻ കളങ്കമില്ലാത്ത ജീവിതം നയിപ്പാൻ നീ ഉപവസിക്കണം. കളങ്കമില്ലാത്ത ജീവിതം നയിപ്പാൻ ഉപവസിക്കണം. അല്ലേ? അപ്പൊ ഉപവാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉപവസിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് ഇടത്തിലെ ആത്മാവിൽ സകല കൺവെർഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ഉപവാസം നീ കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും ഉപവസിച്ചിട്ട് ഒന്നും നേടുന്നില്ല, പലരും ഉപവസിച്ചിട്ട് ഒന്നും പ്രാപിക്കുന്നില്ല, പലരും ഉപവസിച്ച് ശുശ്രൂഷയിൽ വിജയിക്കുന്നില്ല, പലരും ഉപവസിച്ചിട്ട് ദൈവിക ദർശനങ്ങളോ വെളിപ്പാടുകളോ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഉപവസിച്ചിട്ട് പലരും എഴുന്നേറ്റിട്ട് കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ ഒരു മറുപടിയും കാണാതെ പലരുടെ ഉപവാസം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ നിന്റെ ആന്തരങ്ങളിൽ, നിന്റെ ഹൃദയങ്ങളിൽ, നിന്റെ ആത്മാവിൽ വചനത്തിന്റെ ശക്തിയും വചനവും നിറയപ്പെട്ട ആത്മാവിൽ നീ തീ പോലെ കത്തണം. പ്രൈസ് ദി ലോർഡ്. അതിന് വചനത്തെ ഭക്ഷണമാക്കി മാറ്റണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കർത്താവിനോട് ചേർന്ന് വേണം ഉപവസിപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ശരിയായ ഉപവാസത്തെ കുറിച്ചുള്ള മാതൃക നിനവേക്കാർ അനുഷ്ഠിച്ച ഉപവാസമാണ്. നിനവയിലെ ജനം, നിനവയുടെ മേൽ നാശം വരാൻ പോകുന്ന, നിനവയെ നശിപ്പിക്കാൻ പോകുന്ന, നിനവയെ ഉന്മൂലനാശമാകും. നിനവയുടെ പാപം സ്വർഗത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം യോന പ്രവാചകനെ അങ്ങോട്ട് അയച്ചെങ്കിലും യോന അനുസരണക്കേട് മുഖാൻ നിനവയിലേക്ക് പോയെങ്കിലും ആ നിനവയിലേക്ക് പോയ യോന ചില പരീക്ഷകളുടെ പരിശോധനയിലൂടെ വീണ്ടും തർശീശിലേക്ക് പോയെങ്കിലും, യോന തർശീശിലേക്ക് പോയെങ്കിലും ദൈവത്തോട് അനുസരണക്കാരെ കാണിച്ച് യോന എന്ത് ചെയ്തു? നിനവേക്ക് പോകുന്ന പകരമായിട്ട് തർശീശിലേക്ക് പോയി. തർശീശിലേക്ക് പോയെങ്കിലും സ്തോത്രം, യോന എന്ത് ചെയ്തു? ദൈവം ചില പരിശോധനയിലൂടെ വീണ്ടും തിരിച്ച് നിനവയിൽ ഇറക്കി. ഹല്ലേലൂയ.
ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് യോന പിന്നീട് നിലവിൽ വന്ന ഒരു പ്രസംഗം നടത്തിയ ആദ്യ നാൾ തൊട്ട് അവിടുത്തെ രാജാക്കന്മാരും രാജ്യമാനോട് ഉന്നതാധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന സകല ജനങ്ങളും വാപാലവൃത്ത ജനങ്ങളും അവിടുത്തെ പക്ഷിമൃഗജാതികളെല്ലാം ഉപവാസത്തിന്റെ പങ്കാളികളായി മാറിയെന്ന് നിലവയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് യോനയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് യോന പ്രവാചകന്റെ അനുസരണക്കേടും തന്മുഖാന്തരയുടെ നിലവിയുടെ നാശത്തെക്കുറിച്ചും ദൈവം മനസ്സിലാക്കി അവിടുത്തെ ജനം ഉപവസിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ 1,20,000 ചിരുവാനം വരുന്ന ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത ജനത്തോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉപവാസം നമ്മുടെ ദേശത്തിന് വേണ്ടിയായിരിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരിക്കട്ടെ, നമ്മുടെ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയായിരിക്കട്ടെ, ഭരണാധിപന്മാർക്ക് വേണ്ടിയായിരിക്കട്ടെ, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയായിരിക്കട്ടെ, ഇവിടെ കുടുംബത്തിന് വേണ്ടി, എന്തിന് മാനസാന്തരപ്പെടാൻ വേണ്ടി. അല്ലേ? മാനസാന്തരം, നിനവയുടെ മാനസാന്തരം പോലെ. അപ്പൊ നിനവയിലേക്ക് പോകാൻ പോയ യോന അനുസരണക്കേടുകൊണ്ട് എങ്ങോട്ട് പോയി? തർശീശിലേക്ക്. പരീക്ഷകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് നിനവയിൽ ദൈവം പ്രവർത്തിച്ചതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് നമ്മുടെ ഉപവാസത്തിന്റെ യഥാർത്ഥത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം, രക്തം ചെയ്യാം. അല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ലോകപ്രകാരമായ ഉപവാസം നമ്മുടെ വയറിന് വിശ്രമം കൊടുക്കുന്നതായിരിക്കുന്നു. ലോകപ്രകാരമുള്ള ഉപവാസം നമ്മുടെ വയറിന് വിശ്രമം കൊടുക്കുന്നതാണ്. രാഷ്ട്രീയക്കാർ ഉപവാസത്തെ ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരോട് കലഹിച്ച് പട്ടിണി കിടന്ന് മൗനം പാലിക്കുന്നുണ്ട്. ലോകത്തിലെ യോഗികൾ അല്ലടിയ തങ്ങളുടെ ചെടിയ പാപത്തെ പാപത്തിന്റെ ശോധനകളെ, മോഹങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഉപവസിക്കുന്നുണ്ട്. ചിലര് സുഖഭോഗങ്ങളെ വെറുത്ത് പട്ടിണി കിടക്കുന്നവരുണ്ട്. അല്ലേലിയ. ശരീരത്തെ സ്തോത്രം ദണ്ഡിപ്പിക്കുവാൻ വേണ്ടി ഉപവസിക്കുന്നവരുണ്ട്. രാഷ്ട്രീയങ്ങൾ തങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിക്കുന്നതിനായി പട്ടിണി യുദ്ധം നടത്താറുണ്ട്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ലോകക്കാരി ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ലോകക്കാരി ചെയ്യുന്ന ഉപവാസം എന്താണ്? ഇവിടുത്തെ ചിലര് വയറിന് വിശ്രമം കൊടുക്കാൻ വേണ്ടി ഉപവസിക്കുന്നു. രാഷ്ട്രീയക്കാർ ഉപവാസത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരോട് കലഹിച്ച് പട്ടിണി കിടക്കുന്ന ഉപവാസം എന്ന് പറയുന്നു. ലോകത്തിലെ യോഗികൾ തങ്ങളുടെ ചെടിയ പാപ ശോധനകളെ, മോഹങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഉപവസിക്കുന്നു. ചിലർ സുഖഭോഗങ്ങളെ വെറുത്ത് പട്ടിണി കിടക്കുന്നു. ശരീരത്തെ ചില ഒരുക്കിയെടുക്കുന്നു. രാഷ്ട്രീയക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപവാസം നടത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ നിലയിലുള്ള ഉപവാസങ്ങൾ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ അതിനോട് നീ പങ്കാളിയായി, കൂട്ടാളിയായി മാറാതെ നിന്റെ ഉപവാസം ദൈവത്തിന് പ്രസാദകരമായി മാറട്ടെ. ധ്രുവപ്രദേശങ്ങളിൽ നമുക്കറിയാം ജീവിക്കുമ്പോൾ മഞ്ഞും മഴയും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ കടന്നു വരുവാൻ കഴിയും. അല്ലേലൂയ. അതുകൊണ്ട് പറയും, ധ്രുവപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ മുഖാന്തരം അവിടെയുള്ള മൃഗങ്ങൾ ധരിച്ച് ഗുഹയിൽ പോയി 3 മാസങ്ങൾ 4 മാസങ്ങൾ ഒന്നും ഉണ്ണാതെ ഉറങ്ങിക്കൊണ്ട് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിനവെ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടെയുള്ള മൃഗജീവികളെല്ലാം ഉപവസിച്ചു. അങ്ങനെ ഉപവാസം പല വിധത്തിലാകട്ടോ. നമ്മൾ ഉപവസിക്കുന്ന നമ്മുടെ കർത്താവിന് പ്രസാദമാകാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപവാസം എന്ന് പറയുമ്പോഴത്തേനും ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് വരുന്ന ദൈവദാസന്മാരുടെ ഫോട്ടോ ഒക്കെ വലിയ പ്രസിദ്ധമായി വെച്ച് ലക്ഷങ്ങൾ കണം മുടക്കിയ ഉപവാസം, ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉപവാസം നടത്തിയിട്ടും ആ സഭയ്ക്കകത്ത് ഒരു വ്യക്തി പോലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, കൃപ പ്രാപിച്ചിട്ടില്ല, കൃപാവരങ്ങൾ വെളിപ്പെട്ടില്ല, ഒരാളെ പോലും ശുശ്രൂഷയ്ക്ക് ഒരുക്കിയിട്ട് ഒരു സ്നാനം പോലും നടന്നിട്ടില്ല, ഒരു പുതിയ ആത്മാക്കൾ പോലും സഭയിൽ കടന്നു വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷക്കണക്കിനുള്ള ഉപവാസത്തിന്റെ കാരണം എന്തായിരുന്നു ചിന്തിച്ചു നോക്കി. ലക്ഷങ്ങൾ മുടക്കി ഉപവസിച്ചതാണ്, പക്ഷെ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടില്ല.
പുതിയതായിട്ട് സഭ വന്നില്ല, സ്നാനങ്ങൾ നടന്നില്ല, അഭിഷേകം ഇറങ്ങിയില്ല, ശുശ്രൂഷ വെളിപ്പെട്ടില്ല. പിന്നെന്താ ഉപവാസം? അത് വയറിന് വിശ്രമം കൊടുക്കുവാൻ പണം തട്ടിയെടുക്കുന്ന, മറ്റുള്ള പോക്കറ്റിൽ നിന്ന് ചിലത് നമ്മുടെ പോക്കറ്റിലേക്ക് ഇറക്കുന്ന, പിന്നല്ലെങ്കിൽ ആചാരപരമായിരിക്കുന്ന പല ഉപവാസങ്ങൾ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവത്തെ കബളിപ്പിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര ഇടയന്മാരോട്, സുവിശേഷകന്മാരോട്, ദൈവസഭയോട്, ക്രൈസ്തവ സമൂഹത്തോട്, ദൈവത്തെ പറ്റിക്കുന്ന, ദൈവത്തെ കബളിപ്പിക്കുന്ന ഉപവാസം നീ എടുത്ത് ദൈവത്തെ കബളിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞതിന് ശേഷമായിട്ട് ഉപവാസത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ രേഖപ്പെടുത്തിയത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കണം. പ്രൈസ്. ഉപവാസം എന്ന് പറയുമ്പോൾ വചനം നിന്റെ ജീവിതത്തിൽ നിറയ്ക്കണം. വചനമായിരിക്കണം നിന്നെ നടത്തുന്നത്, വചനമായിരിക്കണം നിന്നെ ജീവിപ്പിക്കുന്നത്, വചനമായിരിക്കണം നിന്നെ സംരക്ഷിക്കുന്നത്, വചനമായിരിക്കണം നിന്നെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നീ ദൈവത്തോട് ചേർന്നിരുന്ന് നിന്റെ സങ്കടങ്ങൾ, നിന്റെ പരാതികൾ, ആവിലാദികൾ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ ഹൃദയത്തിന്റെ ആത്മഭാരങ്ങളെ കുറിച്ച് നീ ദൈവത്തോട് പങ്കുവെക്കണം. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രക്ഷയിലേക്ക് വരാനുണ്ടെങ്കിൽ, നിന്റെ ബന്ധുമിത്രാദികൾ, സമത സഹചാരികൾ, നീ നിൽക്കുന്ന ദേശത്ത്, സമൂഹത്തിന്റെ സഭയില് ഒരു ശുദ്ധീകരണം വേണമെങ്കിൽ, മാനസാന്തരപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നീ കണ്ണുനീരോടെ ഉപവസിക്കണം. നിന്റെ സഭയിൽ കഷ്ടത അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്ക് വേണ്ടിയൊക്കെ ഉപവസിക്കണം. പക്ഷേ നീ ഉപവാസത്തിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് എത്തണം. പ്രേശരോടല്ലേറിയ. അതാണ് ദൈവത്തിന്റെ വചനമൊക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവ മക്കളായിരിക്കും നാം ഉപവാസം ഇരിക്കേണ്ടത് എത്രമാത്രം ആവശ്യകരമായിരിക്കുന്നു എന്ന് യേശുക്രിസ്തു തന്റെ ആരംഭ ശുശ്രൂഷയിൽ നമുക്ക് വെളിപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് ഉപവസിക്കണം എന്നുള്ളത് യേശു തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിലെ 40 ദിവസത്തെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമായി യേശു അഭിമുഖീകരിക്കേണ്ടി വന്നത് സാത്താന്റെ പരിശോധനയാണ്. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ചില സാത്താന്റെ പരിശോധനകൾ കടന്നു വരും. സാത്താന്റെ പരിശോധനകൾ കടന്നു വരുമ്പോൾ സാത്താനെ ജയിക്കണമെങ്കിൽ, പരീക്ഷകൾ നിനക്ക് ജയിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ പിതാവിനോട് ചേർന്ന് യേശു ഉപവസിച്ച് നീ ദൈവത്തോട് ചേർന്നിരുന്ന് ഉപവസിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശനും ആഴ്ചയിൽ 2 പത്ത് ഉപവസിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുന്നത് കാണാൻ കഴിയും. സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പരീശൻ സുഖക്കാരന്റെ ഉപവാസം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതൻ, നമ്മളുടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ദൈവമക്കൾ ഓരോരുത്തർക്കും ക്രമമായുള്ള ഉപവാസം ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ക്രമമായ, വിശുദ്ധിയുള്ള, വേർപാടുള്ള ആത്മീയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് ഇറങ്ങി വരുന്ന, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഉപവാസങ്ങൾ ക്രമമായിട്ട് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഉപവസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമായിട്ട് ബന്ധം പുലർത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അതിലൊരു ഹാഫ് ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെ പകൽ സമയത്ത് നിങ്ങൾ ഉപവസിക്കണമെന്ന് ഞാൻ പറയുന്നത്. രാത്രിയിൽ ഉപവാസം എന്ന് പറഞ്ഞ് ഭക്ഷണം പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. രാവിലെ 6 മണിക്ക് തലേ ദിവസം രാത്രി നീ ഭക്ഷണം കഴിച്ചാൽ പിറ്റേ രാത്രിയിലെ നീ ഭക്ഷണം കഴിക്കാവുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തെ ഉപവാസമാകും. ഇനി അല്ല നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ 6 മണിക്ക് എടുക്കുന്ന തീരുമാനം വൈകിട്ട് 6 മണിക്ക് ആ തീരുമാനത്തിൽ നിങ്ങൾ മാറാവുള്ളൂ. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് ക്രമമായി ഉപവസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് യേശു ഇറങ്ങി വരും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ഒരുപാട് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ നേരിടാറുണ്ട്. നീ പല വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മറുപടി ഇല്ലാതെ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയും ദൂത്, യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം ക്രമമായിട്ട് നീ ഉപവസിച്ച് ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ അതിനകത്ത് തീരുമാനം, ഉറപ്പാണ്, സമർപ്പണമുണ്ടെങ്കിൽ, വിശുദ്ധിയുണ്ടെങ്കിൽ, പ്രതിഷ്ഠയുണ്ടെങ്കിൽ, പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ പ്രതിഷ്ഠിച്ച്
നീ മറ്റ് ചിന്താഗതികളെ വിട്ട് ലോകത്തിന്റെ ചിന്തകൾ, മോഹങ്ങൾ, ഇമ്പങ്ങൾ, ഇച്ഛകൾ, നിന്റെ ശരീരത്തിന്റെ സുഖങ്ങൾ, മാനസികമായ സുഖങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ട് നീയും കർത്താവും കൂടെ മാത്രം ഇരിക്കുന്നെങ്കിൽ, അവന്റെ വചനം കേൾക്കുന്നെങ്കിൽ, ദൈവത്തെ പാടി സ്തുതിക്കുന്നെങ്കിൽ, ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ കാതോർത്തിരിക്കുന്നതിന്റെ ആത്മാവിനെ ഒരുക്കിയെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും നിന്റെ ഉപവാസത്തിൽ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസത്തിൽ ദൈവം ഇറങ്ങി വരണം. ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്കാണെങ്കിൽ പ്രകടമാകാൻ വേണ്ടി, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഉപവാസത്തിൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ഇന്നത്തെ പല ഉപവാസത്തിലും മറുപടി കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ പ്രകടമാക്കുന്ന ഉപവാസമാണ്. ഉപവാസം ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്, ദൈവത്തോട് പറ്റിയിരിക്കുന്നതാണ്. ദൈവമുഖം കാണാൻ ആഗ്രഹിക്കുന്ന, ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ സ്പർശനം ഏൽക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കാതുകളിൽ ദൈവത്തിന്റെ ശബ്ദം ഈമ്പമായി കേൾക്കുന്ന, ആത്മാവ് ഉണരുന്ന, ശരീരം ശുദ്ധീകരിക്കുന്ന, ജഡത്തെ വെടിപ്പാക്കിയെടുക്കുന്ന, ആത്മാവിനെ ഒരുക്കിയെടുക്കുന്ന ദൈവകൃപയിൽ വളരുന്നതായിരിക്കട്ടെ നിന്റെ ഉപവാസം. ഹല്ലേലൂയ. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിക്കുന്ന പോലെ, പണ്ട് കാണിച്ച പോലെ ആചാരാനുഷ്ഠാനമായ ആ ഉപവാസമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മുഖം വികൃതമാക്കി മറ്റുള്ളവർ മുമ്പിൽ വിളങ്ങുവാനല്ല ദൈവം പറയുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നത്, നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള എൻ്റെ പിതാവിന് വിളങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യത്തിലുള്ള പിതാവിന് നമ്മുടെ ഉപവാസം വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകി നീ കുളിച്ച് വൃത്തിയുള്ളവനായി നീ ഉപവസിക്കുന്നത് പോലും ആരും അറിയരുത്. ചിലരെയൊക്കെ ഉപവസിച്ച് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയല്ല. ഇന്നത്തെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവമായിട്ട് പറ്റിയ ദൈവമാണ് നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉപവാസം ആവശ്യമാണ്. അത് ശാരീരികമായ നന്മകളെയും ആത്മീയപ്രകാരമായ അനുഗ്രഹങ്ങളെയും നിത്യതയിലേക്കുള്ള മഹത്വത്തെയും വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെ ഉപവാസം ശാരീരികമായ വെടിപ്പിന് വേണ്ടി, ശാരീരിക ശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം. ശരീരത്തിന്റെ അഴുക്ക് സ്വഭാവങ്ങൾ, ശരീരത്തിന്റെ ജഡത്തിന്റെ അഴുക്ക് ചിന്തകൾ, നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ മാറ്റിക്കളയുവാൻ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ശാരീരിക ശുദ്ധീകരണത്തിന് വേണ്ടി ഉപവസിക്കണം. അപ്പോൾ നിന്റെ ആത്മീയ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപവസിക്കണം. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ കാര്യം എന്താണ്? സ്തോത്രം. ആത്മീയ പ്രകാരമായ സ്വർഗീയ അനുഭവങ്ങളെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നീ ഉപവസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ കർത്താവ് ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട്, നമ്മെ വിലയ്ക്ക് വാങ്ങിയവരായതുകൊണ്ട് നമ്മൾ ശരീരത്തെ സ്തോത്രം ദൈവത്തിന് സമർപ്പിക്കണം. ശരീരത്തിന്റെ സകല അശുദ്ധിയെ നീക്കിക്കളയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കണം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയി ഞാൻ ഉയർത്തും. ദൈവവചനം 91 സംഗീതം വായിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, നമ്മൾ വീണ്ടും ഉപവസിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടായിരിക്കണം. ഉപവസിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം, പുതിയ യെരൂശലേമിനെ കുറിച്ച്, പുതിയ സ്വർഗത്തെക്കുറിച്ച്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന പർദീസയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഉപവാസം. പലർക്കും ഉപവസിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടുന്നു. ആരെങ്കിലും നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തെ വേണ്ടി ഉപവസിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനല്ലാതെ നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ച്, ആ സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ മഹത്വം ദർശിക്കാൻ വേണ്ടി ആരെങ്കിലും ഉപവസിച്ചതായിട്ട് കേൾക്കുന്നുണ്ടോ? ആരും ഉപവസിച്ചിട്ട് അങ്ങനെ കേൾക്കാറില്ല. പല ഉപവാസങ്ങളിൽ ഞാൻ ഒരുപാട് ഉപവാസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരോടെല്ലാം ചോദിക്കുമ്പോൾ എല്ലാവരുടെ ഭൗതിക ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപവസിക്കുന്നത്. നിത്യതയെക്കുറിച്ച് ഒരു നല്ല ദർശനം കിട്ടാൻ ആരും ഉപവസിക്കുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നിത്യതയെക്കുറിച്ചും, അവിടെ നമുക്കുള്ള മഹത്വത്തെക്കുറിച്ചും, നമ്മുടെ കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത സ്വർഗീയ യെരൂശലേമിനെ കുറിച്ച്, നാം ചെല്ലുവാനുള്ള നമ്മുടെ ഭവനത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ദർശനം ഉണ്ടാകണം. ഹല്ലേലൂയ. നിന്റെ ഉപവാസം കൃപാവരങ്ങൾ പ്രാപിക്കാൻ, ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിക്കുന്നതായിരിക്കട്ടെ, ആത്മാവിന്റെ വരങ്ങളെ പ്രാപിക്കുന്നതായിരിക്കട്ടെ. ദൈവകൃപയിൽ നിറയപ്പെടണം. വലിയ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചുകൊണ്ട് വേണം നീ ഉപവസിക്കുവാൻ.
അല്ലെങ്കിൽ എല്ലാത്തിലേക്കും 24 വായിക്കുമ്പോൾ കാണാൻ കഴിയും, ജഡത്തെ അതിൻ്റെ രാഗഭോഗങ്ങളിലൂടെ ക്രൂശിക്കണം. ജഡത്തെ അതിൻ്റെ രാഗഭോഗങ്ങളിലൂടെ ക്രൂശിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുതെന്ന് റോമാലേഖനം 13-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം യേശു ക്രിസ്തുവിനെ ധരിക്കണം. ഉപവാസം എന്ന് പറയുന്നത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജഡത്തിൽ വരും. മോഹങ്ങൾ ജഡത്തിൽ വന്ന മോഹങ്ങൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ആത്മാവിനെ കെടുത്തിക്കളയരുത്. അല്ലേരിയ. അതുകൊണ്ട് നാം ഉപവസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ മുഴുവനായി ദണ്ഡിപ്പിച്ച് ഉപവസിക്കണം. അല്ലേരിയ. ദൈവകൃപ പ്രാപിക്കണം. അല്ലേരിയ. ഉപവസിച്ച് നീ എഴുന്നേറ്റ് കഴിയുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനായി മാറണം. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം വാക്യം വായിക്കുന്നുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നതിനൊക്കെയും കാരണഭൂതൻ യേശുക്രിസ്തു എന്ന് പറഞ്ഞതുപോലെ നീ ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. നിന്റെ കഴിഞ്ഞകാല ചിന്തകളും കഴിഞ്ഞകാല സ്വഭാവങ്ങളും കഴിഞ്ഞകാല പ്രവൃത്തികളും നിന്റെ പിന്നാമ്പുറം നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിനെ അശുദ്ധമായി മുഴുവൻ നീ നീക്കിക്കളഞ്ഞിട്ട് നീ ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായിട്ട് എഴുന്നേൽക്കണം. അല്ലേരിയ. ഒരു പുതിയ മനുഷ്യനായിട്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ നമ്മുടെ ഉപവാസം. അല്ലേരിയ. അല്ലാതെ മനുഷ്യർക്ക് പ്രകടമാകാൻ വേണ്ടി മനുഷ്യന് മുമ്പിൽ ഉപവാസമാണെന്ന് കാണിക്കാൻ വേണ്ടി ആചാരപരമായി ഉപവാസമായിരിക്കരുത്. നമ്മുടെ ആത്മാവിന്റെ ഒരുക്കത്തിനുള്ളതായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് തന്നെ തിരിച്ചറിയത്തില്ല. ഉപവസിക്കുന്നുണ്ട് നീ ഭോഷ്കു പിന്നെ പറയരുത്. ഉപവസിക്കുന്നുണ്ട് നീ നുണപ്രചരണം നടത്തരുത്. ഉപവസിക്കുന്നുണ്ട് നിന്റെ ശത്രുക്കൾ മാറിപ്പോകണം. നിന്റെ ഉപവാസത്തോട് നിന്റെ സഹോദരനെ സ്നേഹിപ്പാൻ കഴിയും. നിന്റെ ഉപവാസത്തോട് നിന്റെ മാതാപിതാക്കളോട് നീ സഹോദരനെ സ്നേഹിപ്പാൻ കഴിയും. നിന്റെ ഉപവാസത്തിനെ അയൽവാസി സ്നേഹിക്കണം. നിന്റെ ഉപവാസത്തോട് നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടണം. നീ ഒരാൾ ഉപവസിച്ചാൽ നിന്റെ സഭയ്ക്കകത്തത് അറിയണം. അല്ലേലിയ. നിന്റെ ഉപവാസം കൊണ്ട് നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടണം. നിന്റെ ഉപവാസം കൊണ്ട് നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം. അല്ലേലിയ. ഉപവസിക്കുമ്പോൾ കർത്താവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിന്റെ ഉപവാസത്തിൽ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ നിറയണം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പിന്ന് 1 പത്രോസ് ലേഖനം 4-ാം വാക്യം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഉപവാസത്തിനകത്ത് ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ ആയുധമായി ധരിക്കണം. അല്ലേലിയ. അപ്പൊ നമ്മൾ കർത്താവോട് ചേർന്നായിരിക്കണം എല്ലാം ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് കാണേണ്ടതിന് വലിയ പേരും പ്രശസ്തിക്ക് അടിച്ച് 40 ദിവസത്തെ ഉപവാസം, 40 ദിവസം രാവിലെയും വൈകിട്ടുമായിട്ട് ഓരോ ശുശ്രൂഷന്മാർ, അതും പ്രവാചകന്മാരെ അന്വേഷിച്ച് നടന്ന് നല്ല പ്രവാചകനെ അന്വേഷിച്ച് നടക്കുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കും കേട്ടോ, നല്ലൊരു പ്രവാചകന്റെ പേര് പറയാവുന്ന നല്ലൊരു പ്രവാചകൻ നമുക്ക് ആവശ്യവാസ സഭയിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. ഞാൻ പറയാം, ആരാ നല്ല പ്രവാചകൻ? എല്ലാവരും നല്ലതാണ്. ആരും മോശമൊന്നും ഞാൻ പറയാനില്ല. ഞാൻ പറഞ്ഞ എല്ലാ പ്രവാചകന്മാരും നല്ലതാണ്. അതിനകത്ത് അവരുടെ പ്രവൃത്തിക്ക് ഇതൊക്കെ കണക്ക് കൊടുക്കുന്ന ദൈവമാണ്. നമ്മളാരും വിധിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നല്ലവരെ പറഞ്ഞു വിടാൻ എൻ്റെ പാസ്റ്റർ എൻ്റെ ഒരു നല്ല പ്രവാചകനില്ല. എനിക്ക് അറിയാവുന്ന ചില പ്രവാചകന്മാരുടെ നമ്പരൊക്കെ ഞാൻ തരാം. നിങ്ങൾ അവരെ വിളിച്ച് ശുശ്രൂഷിക്കുക. അവരുടെ പ്രവചനം ശരിയാണെങ്കിൽ, ദൂത് ശരിയാണെങ്കിൽ, അവരും ദൈവങ്ങളുടെ ബന്ധം ശരിയാണെങ്കിൽ, അവരും ദൈവങ്ങളുടെ ഇരിപ്പ് ശരിയാണെങ്കിൽ, നടപ്പ് ശരിയാണെങ്കിൽ, അവരും ദൈവങ്ങളുടെ സ്വഭാവം ശരിയാണെങ്കിൽ, പ്രവാചകന്മാരുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നിച്ചാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി ഉണ്ടാകും. അവിടെ നല്ല പ്രവാചകനെ തരാൻ വേണ്ടി ചോദിക്കരുത്. എല്ലാവരും നല്ലതാണ്. ശരിയ. അല്ലെ എല്ലാവരും നല്ലതാണ്. എല്ലാ പ്രവാചകന്മാരും നല്ലതാണ്. മോശമൊന്നും ആരെയും ഒരു മോശമായ പ്രവാചകനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? നിങ്ങൾ ഒത്തിരി പേര് നല്ല വരച്ചുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ ഒത്തിരി പേര് വരച്ചുണ്ട്. പക്ഷെ നമ്മളാരും അവരെ വിധിക്കാൻ, അവരെ വിധിക്കാൻ നമ്മളാരുമല്ല. നമ്മളെ എത്രയോ പേര് വിധിക്കുന്നുണ്ടോ നമ്മൾ തിരിച്ചറിയണം. ഞാൻ നിങ്ങളെ വിധിക്കുമ്പോൾ എന്നെ എത്രയോ പേരെ വിധിക്കുന്നത്, എൻ്റെ കുറ്റങ്ങൾ എത്രയോ പേരെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട. ദൈവസനി സത്യസന്ധമല്ലാത്ത, ഉചിതമല്ലാത്ത, ക്രമമല്ലാത്ത, വിശുദ്ധമല്ലാത്ത, ദൈവ ഇഷ്ടമല്ലാത്ത ശുശ്രൂഷ ചെയ്ത് പണമുണ്ടാക്കുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ അവരോട് ദൈവം കണക്ക് ചോദിക്കും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എന്താണ്? അവനവൻ ജഡത്തിലിരിക്കും ചെയ്യുന്നതോ നല്ലതാകിലും തീയതാകിലും അതൊക്കെ പ്രതിഫലം വാങ്ങേണ്ടതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് കണക്ക് കൊടുത്തേ മതിയാവുള്ളൂ.
വ്യാജ പ്രചരണം കൊണ്ട്, വ്യാജ ഉപവാസം കൊണ്ട്, വ്യാജ പ്രവചനം കൊണ്ട് സഭയിൽ കടന്നു വരുന്നവരെ നമ്മൾ വിധിക്കാൻ നിൽക്കേണ്ട. ആ ഒരു ദൈവ ശിക്ഷ വെച്ചിട്ടുണ്ട്. താൽക്കാലികമെല്ലാം സന്തോഷം തോന്നിയാലും, താൽക്കാലിക സുഖമെന്ന് തോന്നിയാലും, ദൈവസഭയെ, ദൈവദാസന്മാരെ, വിശ്വാസികളെ കബളിപ്പിച്ച് കപട ദൂതുകൾ പറഞ്ഞ് വയറ് വീർപ്പിച്ചേക്കാം, പോക്കറ്റ് വീർപ്പിച്ച പേഴ്സ് വീർപ്പിച്ചേക്കാം, കാപട്യങ്ങൾ കാണിച്ചുകൊണ്ട് പലതും നേടിയെടുത്തേക്കാം. പക്ഷേ ഇതെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ആരും ദൈവം ശിക്ഷിക്കാതെ ഇവിടത്തിൽ എല്ലാവരും ദൈവം ശിക്ഷിക്കുമെന്ന് ഓർത്തോണം. ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ, കുറ്റകൃത്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പാകെ നഗ്നവും മലർന്നുമായിട്ട് കിടക്കുന്ന അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 4:13 വായിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ കർത്താവിന്റെ കൺമുമ്പിൽ എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുന്ന അവന് പറഞ്ഞിരിക്കുന്ന സൃഷ്ടിയുമില്ല, അവനുമായിട്ടും കാര്യമുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. നാം ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് ദൈവകൃപ വെളിപ്പെടണം. നാം ഒരു സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എന്നെയോ നിങ്ങളെയോ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ച് നമ്മൾ ആ സഭയിലേക്ക് ഉപവസിക്കുന്ന ദാസന്മാരോടൊപ്പം നാം സഭയോട് ചേർന്ന് നാം ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് നമ്മളെ ഒരുക്കിയെടുത്ത് നമ്മുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിലെ ചിന്തകളെ, നിരൂപണത്തെ എല്ലാം നമ്മൾ ക്രമീകരിച്ച് ഒരുക്കിയെടുത്ത് വിശുദ്ധിയിൽ നിറഞ്ഞു വേണം നമ്മൾ സഭയിലേക്ക് ചെല്ലുവാൻ. അങ്ങനെ ആ സഭ സത്യസന്ധമായ രീതി ദൈവത്തോട് അനുരൂപമായി ചേർന്ന ക്രിസ്തുവിലുള്ള ഭാവത്തോടു കൂടിയാണ് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ സാത്താനെ ജയിച്ച കർത്താവ് നിന്റെ പേരൊരു അഭിഷേകം പകരും. അത് ആ സഭയിൽ വെളിപ്പെടാൻ സഭയ്ക്ക് വിടുതലായി തീരും. അല്ല നീ പണത്തിന് വേണ്ടിയാണ് പോകുന്നെങ്കിൽ ആ സഭ കരിഞ്ഞുണങ്ങുക തന്നെ ചെയ്യും. സഹോദരല്ലേ, നമ്മൾ ഈ ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് വില പൊട്ടിക്കണം കേട്ടോ. ഉപവാസം പറയുമ്പോൾ അതിന് ചില വില പൊട്ടിക്കണം. അതുകൊണ്ട് ഇന്നത്തെ കാലങ്ങളിൽ ചില സമുദായങ്ങൾ ആചാരപരമായ പരീശന്മാരെ പോലുള്ള കപട ഉപവാസമാകരുത്. ഇറച്ചി മാറ്റിവെച്ച്, മീൻ മാറ്റിവെച്ച്, മുട്ട മാറ്റിവെച്ച്, പാല് മാറ്റിവെച്ച്, പിന്നെ എല്ലാം ജീവിതം അവർക്കുണ്ടെന്നേ, പിന്നെ ബാക്കി എല്ലാം ഉണ്ട്. അതെന്ത് ഉപവാസമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേദപുസ്തകത്തിൽ പറയാത്ത പലരും ചെയ്തു കൂട്ടുന്നു. അല്ലേരിയ, പണ്ടൊരു മനുഷ്യൻ ഓടി. അല്ലേരിയ, ആ മനുഷ്യന്റെ പുറകെ എല്ലാവരും ഓടുക. അപ്പം ചോദിച്ച് എന്താ നിങ്ങൾ ഓടുന്ന? മുമ്പിൽ കള്ളം പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ ചോദിച്ച പുള്ളി ഓടാൻ തുടങ്ങി. അങ്ങനെ കേട്ടവരെല്ലാം ഓടാൻ തുടങ്ങി. അങ്ങനെ അവിടെ വന്ന് പോലീസുകാർ എന്താ നിങ്ങൾ ഓടുന്നു? കള്ളൻ ഓടുന്നു. അപ്പൊ പോലീസുകാർ ഓടാൻ തുടങ്ങി. എല്ലാവരും ചോദിച്ചു എന്തിനാ കള്ളൻ ഓടുന്നു? കള്ളൻ. അല്ലേരിയ, ഇന്ന് പറഞ്ഞത് ഇന്നത്തെ ഉപവാസം. ഇതൊക്കെ പലരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പലരും. ആരെങ്കിലും ഉപവാസം, ഞാൻ ഉപവാസമാണ്. സഭ ഉപവാസം, ഞാൻ ഉപവാസം. വാസ്തവം, ഞാൻ ഉപവാസമാണ്. ആ കേട്ട് ഞാൻ ഉപവസിക്കാൻ പോവുക. അല്ലേ, ആ സഭ ഉപവസം ഞാനൊന്ന് ഉപവസിക്കാം. അങ്ങനെയല്ല, നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. നീ എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്? എന്തിനാണ് നീ ഉപവസിക്കുന്നത്? എന്താണ് നിന്റെ വിഷയം? അതുമായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഉപവസിക്കുന്ന കർത്താവിന് ചേർന്നിന് ഈ ഉപവാസത്തിന്റെ നാളുകളിൽ നീ മറ്റ് യാതൊരു പ്രവർത്തികൾക്കും പോകരുത്. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നീ തീരുമാനം എടുത്ത നീ ഉപവസിച്ചില്ലെങ്കിൽ കർത്താവ് നിന്നെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല. കർത്താവിനെ വേണ്ടെന്നും പറയത്തില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ കർത്താവ് അറിയാം. ചില പറയും എനിക്ക് ജോലിയാണ്, എനിക്ക് സമയമില്ല, വിശ്രമമില്ല, തിരക്കാണ്, സഭയിൽ വന്നിരിക്കണം, നോട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നിനക്ക് താല്പര്യമില്ല, അങ്ങനെ നിനക്ക് പറ്റാത്ത നീ ഉപവസിക്കണം ദൈവം പറയില്ല. നിങ്ങളുടെ ഈ കാലഘട്ട സാഹചര്യം അനുസരിച്ച് അല്ലേലിയ. പക്ഷെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഇനി നീ ഉപവസിക്കുമ്പോൾ ദൈവം മഹത്വം കാണണം. നിത്യതയെക്കുറിച്ചുള്ള മഹത്വം കാണാനായിരിക്കണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടായിരിക്കണം. നീ ഉപവസിക്കുമ്പോൾ അവിടെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമുക്ക് ദൈവസ്ഥലേക്ക് മടങ്ങി വരാം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കഴിഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ ഇത് പകൽ പരിശുദ്ധാത്മാ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് മറുപടി കാണുവാൻ വേണ്ടി ഇത് ഉപവസിക്കണം. പ്രാർത്ഥിക്കാൻ പോവുക എന്നാണ് വായിച്ചത്. നീയോ ഉപവസിക്കുമ്പോൾ അല്ലയോ മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതേ കാലങ്ങളിൽ നിന്റെ ഉപവാസത്തിൽ മാറ്റം വരുത്തിയിട്ട് ദൈവത്തോട് ചേർന്ന് ഉപവസിക്കുക. നിന്റെ കണ്ണീര് മറ്റൊരു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ മക്കൾ തലമുറയുടെ കഷ്ടത മുഴുവൻ മാറി ഒരു ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷ നീതിവാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഉപവാസത്തോടെ നിനക്ക് സന്തോഷം, സമാധാനം, ആനന്ദവും സ്നേഹവും നിന്റെ ജീവിതം നിറയപ്പെട്ട് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തണം. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരന്റെ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ ലോകരായ 800 കോടി തലമുറകൾ
എണ്ണത്തിൽപ്പെടാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ല. രാജ്യരാഷ്ട്ര ധനപാലി ഓർത്ത് പ്രാർത്ഥിക്കാരി ന്യായമായ കൃപസമാധാന പാലകരെ ശൈശവത്തിനും ബാല്യ കൗമാരിക യൗവനത്തിലും വാർത്തരാനുഭവത്തിൽ അച്ഛനെ യാചോറിന്റെ ചോടൽ തടവറയിലായിരിക്കും ജനത്തിന്റെ രക്ഷയ്ക്ക് വിടുതലായി പ്രാർത്ഥിക്കുക. കേരളത്തിന്റെ ലോക രാജ്യങ്ങൾ വിടുതലായി സ്വാമി മദ്യത്തിന് മൈക്ക് അടിപ്പെട്ട ലോകത്തിലെ പാപസുഖങ്ങൾ ജീവിച്ചു കിടക്കുന്ന പാപത്തിൽ നടക്കുന്ന ലഹരിക്ക് അടിപ്പെട്ട ജീവിതങ്ങൾ വിടുതലായി പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധങ്ങൾ അകപ്പെട്ടു പോകുന്ന മാറാ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന അനവധി ആളുകളെ നമുക്ക് ഏൽപ്പിക്കുക. മഹാവ്യാധിയാൽ കടന്നു സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം നഷ്ടപ്പെട്ട് കുടുംബം കലഹിച്ച് ചിഹ്ന ഭിന്നമായി കിടക്കുന്ന അനവധി വ്യക്തികളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ. അവർ അറിയില്ലായ്മ പലപ്പോഴും ഉപവസിച്ച് ദൈവത്തിന് ചേരുവ കഴിയാതെ പ്രാർത്ഥന മറുപടി കാണാൻ ആശപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടവരുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകി അവരുടെ ഉപവാസത്തിന് മറുപടി നൽകണമേ പ്രാർത്ഥിക്കുന്നു. സത്യസന്ധമായി ദൈവത്തിന് കടന്നു വന്ന ഒരു ആചാരപരം ഉപവാസമല്ല, ദൈവത്തോട് ചേർന്നിരുന്ന കൃപ പ്രാപിക്കുന്ന ഉപവാസമായി തീരുവാൻ സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പാസാങ് സകല മുഖത്ത് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.